എല്ലാവർക്കും മെക്കാനിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് മർജർ എന്നുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അമാൽഗമേഷനെ കുറിച്ചിട്ട് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ആണ് അമാൽഗമേഷനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ അമാൽഗമേഷൻ നമ്മൾ രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മെർജർ, അതോടൊപ്പം തന്നെ അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് പർച്ചേസ് എന്നുള്ളത്. അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മെർജർ, അതോടൊപ്പം തന്നെ അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് പർച്ചേസ് എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മർജർ, അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മർജർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഓഫ് അമാൽഗമേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഇതിന് എന്താണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഓഫ് അമാൽഗമേഷൻ എന്ന് കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മർജർ ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓരോ കണ്ടീഷനായിട്ട് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുൻപ് നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം നമുക്ക്. അതിനുശേഷം കണ്ടീഷൻസ് പറയാം. അപ്പോൾ എന്താണ് ട്രാൻസ്ഫറർ കമ്പനി എന്നുള്ളത്? എന്താണ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫറർ കമ്പനി എന്നോട് ഉദ്ദേശിക്കുന്നത് വെൻഡ കമ്പനിയാണ് നമ്മളെന്ത് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് വിൽക്കുന്ന കമ്പനിയാണെന്ത് ട്രാൻസ്ഫറർ കമ്പനി എന്നുള്ളത്. അപ്പോൾ ഏത് കമ്പനിയാണോ പർച്ചേസ് ചെയ്യുന്നത് അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? പർച്ചേസിങ് കമ്പനി എന്ന് വിളിക്കാം. എന്താണ് പർച്ചേസിങ് കമ്പനി എന്നുള്ളത്? ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പർച്ചേസിങ് കമ്പനി അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫറി കമ്പനി എന്നുള്ളത്. എന്താണ് ട്രാൻസ്ഫറി കമ്പനി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടീഷൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതാണ് ട്രാൻസ്ഫറർ കമ്പനി. അതോടൊപ്പം അല്ലെങ്കിൽ എന്താണ് വെൻഡ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി അമാൽഗമേഷന് ശേഷം എന്താവും? അത് ട്രാൻസ്ഫറി കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. എന്താണ്? ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ എന്താണ് പർച്ചേസിങ് കമ്പനി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറി കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആയിട്ട് മാറുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഷെയർ ഹോൾഡിംഗ് not less than 90% of the face value of the equity shares of transferor company. 90% of the face value of equity shares of the transferor company. Transferor company എന്താവും? ഈ ട്രാൻസ്ഫറർ കമ്പനി become the equity shareholders of the transferee company. ഓക്കെ, അപ്പോൾ അമാൽഗമേഷൻ ശേഷം എന്താണ് 90% ഓഫ് ദ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കമ്പനി അല്ലെങ്കിൽ വെൻഡർ കമ്പനി ഇക്വിറ്റി ഷെയർസ് എന്താണ്? അത് എന്താ ബിക്കം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട രണ്ടാമത്തെ കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസിഡറേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് പറയാം. പർച്ചേസ് കൺസിഡറേഷനെ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ. കൺസിഡറേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. കൺസിഡറേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. ഇഷ്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ ട്രാൻസ്ഫറി കമ്പനി. എങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റ് ദാറ്റ് ദ ക്യാഷ് മേ ബി പെയ്ഡ് ഇൻ എനി ഫ്രാക്ഷണൽ ഷെയർസ് ആണെങ്കിലും ഒഴിച്ചുമുള്ള ബാക്കി സന്ദർഭങ്ങളിലൊക്കെ എന്താണ്? കംപ്ലീറ്റ് ആയിട്ടും എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. ഇക്വിറ്റി ഷെയർസ് രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസിഡറേഷൻ ഓഫ് ദ അമാൽഗമേഷൻ റിസീവ്ഡ് ബൈ ദോസ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി who agreed to become the equity shareholders of the transferee company is discharged by the transferee company complete item by the equity issue of the equity shares. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്ര കൊടുത്താൽ മതി? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കൺസിഡറേഷൻ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് പറയുന്നത്. ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ബിസിനസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി അല്ലെങ്കിൽ എന്താണ്? വെൻഡർ കമ്പനി. ബിസിനസ് ഓഫ് ദ
transferor company is intended to be carried out on after amalgamation by the transferee company. ബിസിനസ് ആര് ക്യാരിഡ് ഔട്ട് ചെയ്യും? ട്രാൻസ്ഫറി കമ്പനി ക്യാരി ഔട്ട് ചെയ്യും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാണ് നെക്സ്റ്റ് കണ്ടീഷൻ എന്നുള്ളത്. ഇനി അടുത്തത്, no adjustment is intended to be made in the book value of the assets or liabilities. no adjustment എന്ത് ചെയ്യുന്നില്ല? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻറ്റൻഡ് ടു ബി മെയ്ഡ് ടു ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ എന്താണ്? ട്രാൻസ്ഫറർ കമ്പനി എന്താണ്? വെൻ ദേ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്ഫറർ കമ്പനീസിൻ്റെ പിന്നെ ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്താണ്? ട്രാൻസ്ഫറി കമ്പനീസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അസറ്റ്സും ലയബിലിറ്റീസും എന്താണ്? എക്സിസ്റ്റിംഗ് എമൗണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നില്ല? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഒരു സന്ദർഭം പറയുന്നുണ്ട്, എന്താണ്? എക്സെപ്റ്റ് ടു എൻഷുർ ദ യൂണിഫോമിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസിന് സന്ദർഭം ഒഴിച്ചുകൊണ്ടുള്ള ബാക്കി സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. എക്സെപ്റ്റ് ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരു അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് മെർജർ അഥവാ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഓഫ് അമാൽഗമേഷൻ അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 5 കണ്ടീഷൻസാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 5 കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. അത് അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്ന എന്താണ്? അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മെർജറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്? ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? അമാൽഗമേഷൻ ദ നാച്ചർ ഓഫ് മെർജർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള കൊമേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ സിമ്പിളായിട്ട് ചെറിയ ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ കൊമേഴ്സ് ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യൂ. താങ്ക് യു.